ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ റാഗി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസാണ് കേട്ടോ. ഞാൻ ടിപ്സും റെസിപ്പീസൊക്കെയാണ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരു കപ്പ് അളവിൽ ഞാൻ റാഗി എടുത്തിട്ടുണ്ട്. റാഗി പൊടിച്ചതാണ് കേട്ടോ. അതേ സെയിം അളവിൽ തന്നെ നമ്മൾ നിലക്കടലയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം അളവിൽ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഈ നിലക്കടലിനെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു റാഗി ഉണ്ടല്ലോ, ഈ റാഗിയിൽ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ് കേട്ടോ ഈ ഒരു റാഗി. ഇതിൽ ധാരാളം കാൽഷ്യം, ഇരുമ്പ്, അതുപോലെ തന്നെ നാരുകൾ, ഫൈബർ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ എല്ലിന് നല്ല രീതിയിൽ തന്നെ ബലം നൽകാനും കാൽഷ്യം ധാരാളം ഉള്ളതിനാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ നമ്മളത് വറുക്കുന്ന ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ശർക്കര ഇവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉരുക്കിയെടുക്കുന്നുണ്ട്. ഉരുക്കിയിട്ട് നമ്മളതിന് കുറച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയെല്ലാം തന്നെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ ഈ റാഗി പൗഡർ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ചീൻചട്ടിയിലിട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റാഗി എടുത്ത സെയിം അളവിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടെ, ചിരവിയ തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് അതും ഇതിലിട്ടിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. പെട്ടെന്ന് ഈ ഒരു റാഗി പൗഡർ അതായത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കരിയാതെ വേണം നമ്മളിതിനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അത് നന്നായി വറുത്തത് ശരിക്കും നല്ലപോലെ തന്നെ കളർ ചേഞ്ചായി വരുന്നവരെ കുറച്ച് സമയം ഇരുന്നൊന്ന് വറുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഇതൊന്നും നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ഈ ഒരു റാഗി നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ. ഉയർന്ന ഫൈബർ ഉള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് കുറയ്ക്കാനൊക്കെ നമുക്ക് സഹായിക്കും. നമ്മുടെ റാഗി ഇപ്പോൾ ഇവിടെ നന്നായി വറുത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്തെടുത്തിട്ട് ഇത് രണ്ടും കൂടെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ശർക്കര ഉരുക്കി വെച്ചത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായി ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ ആവശ്യം അനുസരിച്ച് മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പലർക്കും റാഗി കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ ഇനി കർക്കിടക മാസമാണ് വരുന്നത്. കർക്കിടക മാസത്തിൽ നമ്മൾ പല തരത്തിലുള്ള കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റാഗി യൂസ് ചെയ്തിട്ട് നമുക്ക് റാഗി കഞ്ഞി അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതുമാണ്. നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സഹായിക്കും. അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനും അതുപോലെ നമ്മളിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് പിന്നെ വിശപ്പ് നമുക്ക് നിയന്ത്രിക്കാനും അങ്ങനെയൊക്കെ നമുക്കിത് ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ നല്ലപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടുണ്ട്. അപ്പോൾ നമ്മളിതിനൊന്ന് പരത്തി വെച്ചിട്ട് ചൂടൊന്ന് സെറ്റാവുന്ന സമയമാകുമ്പോൾ നമുക്കിതിനെ ഓരോ ബോളാക്കിയിട്ട് ഉരുണ്ടയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ എങ്ങനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബോളാക്കാം. നമ്മുടെ ഒരു ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ചെറിയൊരു ഷേപ്പിൽ ബോളാക്കി എടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ കൈ നനച്ചാലും മതിയാവും. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കും, അതേ രീതിയിൽ തന്നെ നമ്മൾ അരിക്ക് പകരം റാഗി എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇത് കൊടുക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ ഏജ് ആയവർക്കും ഒക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു റാഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും ഫൈബർ കൂടുതലുള്ളതിനാൽ മലബന്ധം കുറയ്ക്കാനും ദഹനക്കേടിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പാക്കും. അതുപോലെ രക്തം കുറവ് തടയാൻ സഹായിക്കും. ഇരുമ്പ് കൂടുതലുള്ളതിനാൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു അരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആ ടേസ്റ്റ് ഒട്ടും കുറവില്ല. നമ്മളിത് റാഗി ചേർത്തിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ അരി ചേർത്തിട്ടുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഈ ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 1.5 സ്പൂണോളം തന്നെ, വലിയ തവിയാണ് കേട്ടോ, അതിൽ ഞാൻ 1.5 സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് വേണ്ട, ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് നന്നായി ആദ്യം ഒന്ന് കട്ടയൊന്നും കൂടാതെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിന്ന് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ഇത് കട്ട കുത്താനും കട്ടയായിട്ട് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുമല്ലോ, ആ രീതിയിൽ തന്നെ നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്.
നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടോ ഈ ഒരു പരുവത്ത് നമുക്ക് ഈ ഒരു കട്ടിയായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇരുന്നോട്ടെ, നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മളിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉള്ളത്, ഇപ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്താ ഉള്ളത്, ഇപ്പോൾ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ ചേർത്ത് കൊടുക്കാം, അവക്കാഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവക്കാഡോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കുറച്ച് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ തേന് ചേർക്കാം. നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ പിന്നെ വേറെ ഒന്നും പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു റാഗി സ്മൂത്തി നമ്മളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാഗി കുറുക്കി കുടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. ടേസ്റ്റ് റാഗിയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നിൽ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ രാവിലെ സമയത്ത് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിതുപോലെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം തന്നെ നമ്മൾ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചൂടുള്ള വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒഴിച്ചു കൊടുക്കണ്ട, വളരെ കുറച്ച് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് നനച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതായത് നമ്മൾ പുട്ട് നനയ്ക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കുറച്ചും കൂടി നന്നായി നനഞ്ഞിരിക്കണം. പക്ഷേ വെള്ളം ഒരുപാട് കൂടുതലാവുകയും വേണ്ട. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ ഫുഡിൽ ഒരു നേരമെങ്കിലും നമ്മൾ റാഗി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലുകൾക്ക് ശക്തി, പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും, ദഹനം മെച്ചപ്പെടുത്താൻ, അങ്ങനെ തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. റാഗി ചപ്പാത്തി, റാഗി ലഡ്ഡു, അതുപോലെ തന്നെ റാഗി ഇടിയപ്പം, അതുപോലെ തന്നെ റാഗി ഉപ്പുമാവ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പല തരത്തിൽ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി ഒരു ദിവസം ഒരു നേരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇനിയിപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഇതുപോലെ നിങ്ങളെന്നും റാഗി ഫുഡിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിനെ ഇതുപോലെ ഒന്ന് ആക്കി കുഴച്ചിങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടാണ്. പക്ഷേ നിങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പൊടി, അതായത് നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടി തന്നെ യൂസ് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ പുട്ടുപൊടിൻ്റെ ആ ഒരു രീതിയിലേക്കാണ് ഞാനത് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു അച്ചിലാക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കണ്ണുള്ള അച്ചിൽ വെച്ചിട്ടാണ്, കുറച്ച് വലിയ ഇതിലാണ് നമുക്കിപ്പോൾ ഈ ഒരു നൂൽപുട്ട് കിട്ടിയിരിക്കുന്നത്. എന്നാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് നൂൽപുട്ട് കൊണ്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇടിയപ്പം. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ മാവ്, അതായത് ഗോതമ്പ് മാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അതായത് ഗോതമ്പ് മാവ് കൊണ്ടും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളിത് കുറച്ച് ആദ്യം തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്ത് നമ്മളത് ആവിയിൽ വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഷുഗർ പേഷ്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ തരത്തിലുള്ള ഫുഡ് കൊടുക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമുക്കിതിനെ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ അവിടുന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല ആവി പറക്കുന്ന റാഗി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിന് നല്ല ഇറച്ചിക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ ചട്ടണി ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനെ നൂൽപുട്ടായിട്ട് തന്നെ നമുക്കിത് കഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് വന്നിട്ടുണ്ടോ ഉള്ളതാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്നൊരു 3-4 മാറ്റി വെച്ചിട്ട് അതിന് ഞാൻ ഇതുപോലൊന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് ആ നൂൽപുട്ടിനെ അങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി എടുക്കുന്നുണ്ട്. ആ തേങ്ങയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമുക്കിതിന് ഉപ്മാവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സേവയൊക്കെ കഴിക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കടുക് ഇടുക. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നിലക്കടലയും അതുപോലെ തന്നെ കുറച്ച് പൊരികടലയും 1-2 കാഷ്യൂ നട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസുള്ള സവോളൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. സവോളയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇതും കൂടി ഇട്ടിട്ട് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഉടച്ച് വെച്ചിരിക്കുന്ന ആ റാഗി ഇടിയപ്പം ഉണ്ടല്ലോ, അത് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നൂൽപുട്ടായിട്ട് കഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം കേട്ടോ. ഒന്നുകൂടെ ഇതൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്, നിലക്കടലയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുട്ടികൾ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. അപ്പോൾ ഇങ്ങനെയും നിങ്ങളൊരു റെസിപ്പി തയ്യാറാക്കി നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ റാഗി യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു തവിയിൽ 2 തവി അളവിൽ നമ്മൾ റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കട്ടിയായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാനുള്ളതല്ല, ലൂസായിട്ട്, അതായത് റാഗി കഞ്ഞിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ വെള്ളം നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കട്ടയെല്ലാം നന്നായി ഒന്ന് ഉടയുന്നത് വരെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിൽ വെക്കുക കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കൈ വിടാതെ കട്ട കുത്താത്ത രീതിയിൽ നമ്മളിതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ. പക്ഷെ അത് കുറച്ച് നല്ല കട്ടിയിലായിരിക്കും, ഇത് നമ്മൾ ലൂസായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഞ്ഞി ആക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി ആക്കിയിട്ടല്ലേ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി ഇത് ഈ ഒരു പരുവത്ത് അത് തിളച്ച് കുറച്ചൊന്നിങ്ങനെ കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കതിന് റാഗിയെല്ലാം തന്നെ നന്നായി വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ പാൽ ഒഴിക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെള്ളം കുറച്ചിട്ടുണ്ടായിരുന്നത്. ആ പാലും കൂടി നമ്മൾ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അത് നമ്മൾ രാത്രി സമയത്താണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുടിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ കുറേ വിവരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ റാഗി യൂസ് ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടുകൂടിയാകുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും